2023 ബെസ്റ്റ് മൂവീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമുക്ക് 2023 നമ്മൾ കണ്ട ബെസ്റ്റ് സീരീസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സിനിമകൾ പോലെയല്ല സീരീസിൻ്റെ കാര്യം, കാരണം പുറത്തൊക്കെ ഹോളിവുഡിലൊക്കെ സ്ട്രൈക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷം ഇറങ്ങേണ്ടിയിരുന്ന കുറേ സാധനങ്ങളൊക്കെ അടുത്ത വർഷത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ കുറേ ഡിലേ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും കുറച്ച് നല്ല സാധനങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. അതിൽ തന്നെ ഞാൻ കണ്ടതിൽ എനിക്ക് മികച്ചെന്ന് തോന്നുന്ന കുറച്ച് സീരീസുകൾ മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്ത് പോകുന്നത്. ഞാൻ ഏതെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങൾ കണ്ടതിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഈ വർഷത്തെ സീരീസുകളായിരുന്നു താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ആദ്യത്തെ ലാസ്റ്റ് ഓഫ് അസ് HBO പുറത്തിറങ്ങിയ ഒരു ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ ആയിരുന്നു, ഒരു ഗെയിം അഡാപ്റ്റേഷൻ. സാധാരണ ഗെയിം അഡാപ്റ്റേഷൻസിൻ്റെ ഒക്കെ പ്രശ്നങ്ങളെ ഫുള്ളായിട്ട് മറികടന്നൊരു സീരീസ്, നല്ല ഹൈലി എൻഗേജിങ് ആയ ഭയങ്കര ഇമോഷണൽ ആയ ഒരു സാധനം. ഗെയിം അതേപോലെ തന്നെയാണ്. ആ ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു പ്യുവർ എസൻസ് അതേപോലെ തന്നെ കൺവേ ചെയ്ത അതേ നമുക്ക് ഒരുപാട് സിമിലാരിറ്റീസ് തോന്നുന്ന കുറേ സാധനങ്ങളുള്ള സാധനമായിരുന്നു. സോ അടിപൊളി സീരീസ് ആയിരുന്നു. ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക്കിൽ കുറച്ച് വെറൈറ്റി അനുഭവം തന്നൊരു സീരീസ് ആയിരുന്നു ലാസ്റ്റ് ഓഫ് അസ്. അടുത്തത് ഫർസി, ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ഡയറക്റ്റായിട്ട് റിലീസ് ചെയ്ത രാജുവിൻ്റെയൊക്കെ ഒരുക്കിയ സീരീസാണ്. വലിയ സ്റ്റാർ കാസ്റ്റ് ആയിരുന്നു ഈ സീരീസിൻ്റെ മറ്റൊരു പ്രത്യേകത. ആമസോണിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന സീരീസ് ആയിരുന്നു ഫർസി. ഫാമിലി മാനായിട്ട് ടൈപ്പ് ഉണ്ട്, ആ ഒരു യൂണിവേഴ്സിലേക്ക് കൊണ്ടുവന്നത് അടിപൊളിയാണ്. സോ ഫർസി കണ്ടവർ കുറേ പേര് ചിലപ്പോൾ ഫാമിലി മാൻ കണ്ടിട്ടുണ്ടാവില്ല. അതിൽ ഇടയിൽ ലിങ്ക് വന്ന് പോകുന്നുണ്ട്. സോ നിങ്ങൾ ഫാമിലി മാൻ കണ്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാവുള്ളൂ. സോ ഫർസി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി മാൻ കാണാം. കാരണം അടുത്തിനി വരാതിരിക്കുന്ന സീസണുകളിലൊക്കെ ഒരു പക്ഷേ ഇതുമായിട്ട് ഇൻ്റർലിങ്ക് ചെയ്തിട്ടായിരിക്കും പോവാം. സോ അടുത്തത് സിലോ. ഇത് ആപ്പിൾ TV+, പുറത്ത് വന്നൊരു സീരീസാണ്. ഇതൊരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് അല്ലെങ്കിൽ ഡിസ്റ്റോപ്പിയൻ വേൾഡിൽ നടക്കുന്ന ഒരു സാധനം. ഒരുപാട് മിസ്റ്ററീസ് ഉണ്ട്, അതിൻ്റെയൊക്കെ മെല്ലെ റിവീലിംഗ് ആണ്. സോ അണ്ടർഗ്രൗണ്ടിൽ എല്ലാവരും കൂടി താമസിക്കുന്നു, അവിടെയുള്ള കുറേ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു സിലോ. നല്ലൊരു ക്വാളിറ്റി ഉള്ള മറ്റൊരു നല്ല ആപ്പിൾ TV+ സീരീസ്. മറ്റൊന്ന് ഹെവൻലി ഡെലൂഷൻ. ഇതൊരു ആനിമയാണ്, അടിപൊളി മേക്കിംഗ് ആണ്. സോ ഇതും ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡിൽ നടക്കുന്ന സാധനം. ദെൻ മൂവിംഗ് എന്ന് പറഞ്ഞ സീരീസ്, ഇതൊരു കൊറിയൻ സീരീസ് ആയിരുന്നു. ഈ വർഷം കണ്ടതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് കൊറിയൻ സീരീസ് എന്ന് പറയാൻ പറ്റുന്ന ഒന്നായിരുന്നു മൂവിംഗ്. ഒരു സൈഫൈ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ സെറ്റപ്പിലുള്ള സാധനമാണ്, പക്ഷേ അതിൻ്റെ എക്സിക്യൂഷൻ അടിപൊളി. ദെൻ ഹെൽസ് പാരഡൈസ്, ഇതും നല്ലൊരു ആനിമയാണ്. നമ്മൾ ഹെവൻലി ഡെലൂഷൻ പറഞ്ഞ പോലെ തന്നെ അവർ ടെംപ്ലേറ്റ് ആനിമയിൽ തന്നെയാണെങ്കിലും അതിന് മേക്കിംഗ്, അതിലെ ആക്ഷൻ സീക്വൻസുകളൊക്കെ തന്നെ അടിപൊളിയാണ്. ദെൻ ഹണ്ട് ഫോർ വീരപ്പൻ, ഇത് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങുന്ന ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു. ഈ വീരപ്പനായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഥകളും ഒരുപാട് സിനിമകളും സീരീസുകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഹണ്ട് ഫോർ വീരപ്പൻ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഈ വീരപ്പനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ എല്ലാ പെർസ്പെക്റ്റീവ് ഇത് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ വീരപ്പനുമായി ബന്ധപ്പെട്ട് കൂസുമനുസ്വാമി വീരപ്പൻ എന്ന് പറഞ്ഞ് C5 ഒരു സീരീസ് കൂടി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, അത് കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയാം. മറ്റൊന്ന് ഡീമോൺ സ്ലെയറിൻ്റെ സ്വാർട്സ് വിത്ത് വില്ലേജ് ആർക്ക്. ഈ സീസൺ അടിപൊളിയാണ്. ഇത് കഴിയാൻ പോകണമെന്നൊക്കെ കേട്ടിട്ടുണ്ട്, കാരണം ഫൈനൽ ആർക്കിലേക്ക് കിടക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സോ ഈ ഒരു സീസൺ അതിൽ കുറച്ചേ ഉള്ളൂ, തുടക്കം മുതലേ ആക്ഷൻ സീക്വൻസുകളാണ്. സോ ഇതിനു മുമ്പ് കണ്ട സീസണുകൾ പോലെയല്ല, ഭയങ്കര എൻഗേജിങ് ആയി. അവസാനത്തേക്ക് അവർ ക്ലൈമാക്സ് പോർഷനൊക്കെ അടിപൊളിയായിരുന്നു. ഒരു നല്ല ഗംഭീര ട്വിസ്റ്റൊക്കെ റിവീൽ ചെയ്യുന്നൊരു സാധനമാണ്. സോ അടിപൊളി സീസണായിരുന്നു ഈ ഒരു ഡീമോൺ സ്ലെയറിൻ്റെ സീസൺ. മറ്റൊന്ന് ഹൈജാക്ക് എന്ന് പറയുന്ന സീരീസ്. ഇത് ഇഡ്രിസ് എൽബ നായകനായി വന്ന ആപ്പിൾ TV+ പുറത്തിറങ്ങിയ സീരീസാണ്. ക്രൈം ത്രില്ലർ, ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന് പറയാം. ഒരു പ്ലെയിൻ ഹൈജാക്ക് ചെയ്യും, അതിൽ ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് സീരീസ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഒരു മിനി സീരീസാണ്, പ്രോപ്പറായിട്ട് തുടങ്ങി അവസാനിക്കുന്നുണ്ട്, വലിപ്പിക്കുന്നില്ല, നല്ല സെറ്റായിട്ടുള്ള സാധനം. മറ്റൊന്ന് ജൂബിലി എന്ന് പറയുന്ന സീരീസ്. ഇതൊരു പീരീഡ് ബേസ്ഡ് സാധനം, ഒരു 1950s 70s നടക്കുന്ന, ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഇന്ത്യൻ സിനിമ വ്യവസായമായിട്ട് നടക്കുന്ന കുറേ സാധനങ്ങളാണ്. അതിൽ ഒരുപാട് ക്യാരക്ടേഴ്സും അവരുടെ ആ ഒരു ലൈഫ് സ്റ്റോറിയും ഈ ഐ തിങ്ക് റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിന് ബേസ് ചെയ്തിട്ടാണ്. സോ അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം പേരും കണ്ടിട്ടുണ്ടാവില്ല, തീർച്ചയായിട്ടും കണ്ടുപോകുക. ഇതിൻ്റെ പ്രൊഡക്ഷൻ വാല്യൂ, പ്രൊഡക്ഷൻ സ്കെയിലും ഞെട്ടിപ്പിക്കും, അത്രയും ഗംഭീരമായിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും കണ്ടുപോക്കാം. മറ്റൊന്ന് ബോഡീസ് എന്ന് പറയുന്ന സീരീസ്. ഇത് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്ത് വന്നിട്ടുള്ള ഒരു DC കോമിക്സിൻ്റെ എന്തോ ഒരു ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷനാണ്. പക്ഷേ ഈ സാധനം അടിപൊളിയാണ്, സയൻസ് ഫിക്ഷനാണ്, ഒരു ടൈം ട്രാവൽ സെറ്റപ്പാണ്. ഒരു 4 ആൾട്ടർനേറ്റ് ടൈം പീരീഡിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്ത് പോകുന്നത്. ആൻഡ് അതിൻ്റെ എക്സിക്യൂഷൻ ഗംഭീരമാണ്, നല്ല സ്റ്റോറി ലൈനാണ്, ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്, കണ്ടുപോക്കാം. മറ്റൊന്ന് ബ്ലൂ ഐ സാമുറായ്. ഇത് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്ത് വന്നിട്ടുള്ള ഒരു ആനിമേറ്റഡ് സീരീസാണ്. ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ആനിമേറ്റഡ് സീരീസ് എന്ന് പറയാം. നെറ്റ്ഫ്ലിക്സിന് ഇതുപോലെ ഒരുപാട് നല്ല സാധനങ്ങളുണ്ട്. ഇപ്പോൾ സൈബർ ബഗ്, എഡ്ജ് റണ്ണേഴ്സ്, നമ്മുടെ ആർക്കെയിൻ, അതുപോലത്തെ ക്വാളിറ്റിയുള്ള നല്ല ക്വാളിറ്റി സ്റ്റഫാണ്. ദെൻ വൺ പീസിൻ്റെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ. ഇത് നെറ്റ്ഫ്ലിക്സിലൂടെ തന്നെയായിരുന്നു പുറത്തിറങ്ങിയത്. സോ സ്ഥിരം ലൈവ് ആക്ഷന് പറ്റുന്ന, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിന് തന്നെ കൗബോയ് ബീബോപ്പും അതുപോലത്തെ കുറേ ലൈവ് ആക്ഷൻസ് ഉണ്ട്. സോ അതിനൊന്നും പറ്റാത്തൊരു സാധനം ഇതിന് പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ആ സോഴ്സ് മെറ്റീരിയലിനോട് കുറേ നീതി പുലർത്താനും കുറേ ആ ഒരു മിനിമൽ ടൈം കൊണ്ട് ഒരു 8 എപ്പിസോഡൊക്കെ ഉള്ളൂ. ആ ഒരു മിനിമൽ ടൈം കൊണ്ട് ഒരു 10-30 എപ്പിസോഡിൻ്റെ കാര്യത്തെ വളരെ ചുരുക്കി കൺസൈസ് ആയിട്ട് കാണിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ദെൻ ലോക്കിയുടെ സീസൺ 2 അതൊരു ഗംഭീര സാധനമായിരുന്നു. മാർവലിൻ്റെ അധപ്പതനം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇമ്മാതിരി ഒരു കിടിലൻ സാധനം കണ്ടത്. ആ ഒരു ക്യാരക്ടർ ആർക്ക് ഉണ്ടല്ലോ, അതാണ് അടിപൊളി. ബാക്കി എല്ലാത്തിനും ഉപരി എവിടെ ലോക്കി തുടങ്ങി എവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞ് ആ ഒരു പ്രോപ്പർ ആൻഡ് ഫിറ്റിംഗ് എൻഡിങ് ഫോർ ദാറ്റ് ക്യാരക്ടർ കിടിലൻ. മറ്റൊന്ന് ബ്ലേഡ് ഓഫ് ദി ഗാർഡിയൻസ്. ഇതൊരു മാൻവേനെ ബേസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. സോ ഇതിൻ്റെ ഈ സാധനം കാണാൻ നിങ്ങൾ ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രഫിയും ഇതിലെ
മേക്കിങ്ങും കാണാൻ വേണ്ടി കണ്ടുവെക്കുക. കൂടാതെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലോട്ടും ഉണ്ട്. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ കൊല്ലം കണ്ടതിൽ ഭയങ്കരധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആനിമേറ്റഡ് സീരീസ് ആയിരുന്നു ബ്ലേഡ് ഓഫ് ദി ഗാർഡിയൻസ്. ദെൻ ജെൻ വി ബോയ്സിൻ്റെ സ്പിൻ ഓഫ് ആയിട്ട് പുറത്തിറങ്ങിയ സീരീസാണ്. എങ്ങനെയാണ് ബോയ്സ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ബോയ്സ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുനോക്കുക, എങ്ങനെ പോലും ഇഷ്ടപ്പെടും. ദെൻ ഫോൾ ഓഫ് ദി ഹൗസ് ഓഫ് ദി അഷർ, ഇന്ന് മൈക്ക് ഫാനങ്ങിൻ്റെ ഏറ്റവും പുതിയ സീരീസ് ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സീരീസുകളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഡിമാൻഡ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്, അതെല്ലാം ഉള്ള മറ്റൊരു നല്ല മൈക്ക് ഫാനഗൻ സീരീസ് എന്ന് പറയാം ഫോൾ ഓഫ് ദി ഹൗസ് ഓഫ് അഷർ. നെറ്റ്ഫ്ലിക്സിലൂടെ ആയിരുന്നു പുറത്തിറങ്ങിയത്. ദെൻ അറ്റാക്ക് ഓൺ ടൈറ്റൻ്റെ ഫൈനൽ സീസൺ, ഇറ്റ് വാസ് ഫുൾഫില്ലിങ് എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്ത് നിറഞ്ഞ്, ഇങ്ങനത്തെ ഒരു സാധനം വേറെ ഇല്ല, ഇമ്മാരൊരു കഥ വേറെ ഇല്ല, ഇമ്മാരൊരു സ്റ്റോറി ലൈൻ, അവർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ അവസാനത്തെ ഒരു എൻഡ് പോയിന്റിൽ കാണിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. ഇങ്ങനെയും കഥയൊക്കെ എഴുതാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിത്തെറിച്ചിരിക്കും. സോ അത്ര ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള കിടിലൻ സാധനമാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ്റെ ഫൈനൽ സീസൺ. കണ്ടിട്ടില്ലാത്തതുകൊണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപോകുക, മിസ് ചെയ്യരുത്. ഇതിൻ്റെ ആനിമയാണെന്ന് പറഞ്ഞ് നിങ്ങൾ മിസ് ചെയ്യരുത്. എത്ര വട്ടം പറഞ്ഞു എനിക്കറിയില്ല. ഇറ്റ്സ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ്, അല്ലെങ്കിൽ ഗോട്ട് എന്നൊക്കെ പറയില്ല അമ്മമാര് സാധനം. ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസിനൊക്കെ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്, അതേപോലെ തന്നെ ആനിമയിൽ ഗംഭീര ഐറ്റമാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ. ദെൻ സക്സഷൻ്റെ ഫൈനൽ സീസൺ, ഇതിൻ്റെ ക്യാരക്ടർ ആർക്കുണ്ട്. അവസാനത്തെ ഒരു ഒറ്റ എപ്പിസോഡിൽ ഇവർ എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവർ എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു എന്നുള്ളൊരു സംഭവമുണ്ട്. സോ ആരൊക്കെ അവരുടെ ഇനീഷ്യൽ ഫസ്റ്റ് എപ്പിസോഡ് മുതലേ ഇവർ ആരാണ്, ഇവരെങ്ങനെയായി തീരുന്നു, ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മളെ ജഡ്ജ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങളുണ്ട്. വേറെ ലെവൽ സാധനം, ഒന്നും പറയാനില്ല. ക്യാരക്ടർ സ്റ്റഡിയുടെ അങ്ങേ അറ്റാണ്, കിഡിലിനാണ് സക്സഷൻ്റെ ഫൈനൽ സീസൺ. ദെൻ വൺ പീസിൻ്റെ വാനോ ആർക്ക്, ഈ ആർക്ക് തുടങ്ങിയിട്ട് കുറേ കാലം, അറൗണ്ട് 2019 എന്തോ തുടങ്ങിയതാണെന്ന് തോന്നുന്നുണ്ട്. 2023 ഇപ്പോൾ അവസാനിക്കുന്നത്. സോ ഈ ആർക്ക് തുടങ്ങുമ്പോഴേക്കാണ് ഞാൻ ഈ വൺ പീസ് കാണാൻ തുടങ്ങുന്നത്. ഈ ആർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും അത് കഴിഞ്ഞ് റെഗുലർ വാച്ചറായിട്ട് കാണാൻ പറ്റി. വട്ട് ഐ ഹാവ് ഗോൺ ത്രൂ വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് തിങ് ഐ ഹാവ് ഡൺ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. അത്ര കിഡിലിനായിട്ടുള്ള ഒരു സീരീസ്. ഇത് മറ്റ് സീരീസുകളൊക്കെ ചിലപ്പോൾ ആണെങ്കിൽ ഒരു 40-50, ഇപ്പോൾ ലൈവ് ആക്ഷനൊക്കെ ആണെങ്കിൽ അറൗണ്ട് ഒരു 100-120 എപ്പിസോഡിലൊക്കെ ചിലപ്പോൾ തീരുമായിരിക്കും. ഇതൊരു 1000, 1050, 1000 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും എപ്പിസോഡുകൾ ഞാൻ വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലെങ്ത്ത് കൂടുന്തോറും നമ്മുടെ ഹാർട്ടിനോട് അടുത്ത് നിൽക്കുന്ന പറയുന്ന പോലെ ഇറ്റ് വാസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് എക്സ്പീരിയൻസ്. സോ വാനോ ആർക്ക് കിഡിലിനായിരുന്നു, ഒന്നും പറയാനില്ല. അതിലുണ്ടാവുന്ന കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്, ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. ജസ്റ്റ് ഈ ലൂഫി എന്നൊരു ക്യാരക്ടർ ഒരു ഐലൻഡിൽ പോയിട്ട് ഇങ്ങനെ വെറുതെ അറിയാതെ പോയിട്ട് വീഴുമ്പോൾ ചെറിയൊരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. അവിടെ നിന്ന് ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ബ്രാഞ്ച് ചെയ്ത് എവിടേക്കൊക്കെയാ പോയതെന്നൊരു പിടുത്തമില്ല. അത്രയും റിച്ചായിട്ടുള്ളൊരു സാധനം ആ ഒരു ചെറിയ സീഷോർ സീനിൽ ഉണ്ടാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ശരിക്കും ഞെട്ടിപ്പോയി. ഇത് വേൾഡ് ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞ ഇതാണ്, ഇങ്ങനെ കണ്ടുപിടിക്കാൻ എല്ലാവരും. ഇതിനടുത്ത് ഡെക്സ് ഗെയിം എന്ന് പറയുന്ന സീരീസ്, ഇതൊരു ഫാൻറ്റസി സീരീസാണ്. ഇതൊരു ആഫ്റ്റർ ലൈഫിൽ പോയ അയാൾക്ക് കുറേ റീഇൻകാർണേഷൻ കിട്ടുന്നു, പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കിടിലം മേക്കിംഗ് ആണ്, കുറേ പ്ലോട്ട് ട്വിസ്റ്റുകൾ, ദെൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ്, ദെൻ കിടിലൻ VFX. സോ തീർച്ചയായിട്ടും കണ്ടുവെക്കാം. ദെൻ റെയിൽവേ മെൻ എന്ന് പറഞ്ഞ സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ ഒരു നല്ലൊരു ഇന്ത്യൻ സീരീസാണ്. 4 എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ, ഒരു മിനി സീരീസാണ്. നമ്മുടെ ഭോപ്പാൽ ദുരന്തമാണ് ഇത് വെറുതെ ചർച്ച ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ചെർണോബിലൊക്കെ ഉള്ളത്, അതേപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനം. നമ്മൾ എപ്പിസോഡ് ചെർണോബിലൊക്കെ 5 എപ്പിസോഡുള്ള സാധനമൊക്കെ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോഴും അത്രയും തന്നെ ഇൻറ്റൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നൊരു സീരീസ് കൂടിയാണ് റെയിൽവേ മാൻ. സോ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നല്ല ഈ കൊല്ലത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്ത്യൻ സീരീസ് ആയിട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും സീരീസിലാണ് ഞാൻ ഈ വർഷം കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയത്. ഞാൻ ഏതെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടാതെ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ ഇഷ്ടപ്പെട്ട സീരീസ് ഏതെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.